ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഒരു ചെറിയ സോങ് ആണ്. റീഡ് ആൻഡ് എൻജോയ് ദ സോങ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക, എൻജോയ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആസ്വദിക്കുക, സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നൊക്കെയുള്ളതാണല്ലേ മീനിങ്. അപ്പം വായിച്ച് ആസ്വദിക്കാനുള്ള ഒരു സോങ് ആണ്, ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബേസിക്കലി ഇതൊരു ഫോക്ക് സോങ് ആണ്. ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാടോടിപ്പാട്ട് അല്ലെങ്കിൽ നാടോടി ഗാനം, നാടൻ പാട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഫോക്ക് സോങ് ആണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓട്സ്, പീസ്, ബീൻസ് ആൻഡ് ബാർലി, അതാണ് ഈ ഒരു സോങ്ങിൻ്റെ ടൈറ്റിൽ അല്ലേ, പേര്. ഓട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ധാന്യമാണ് അല്ലേ. പീസ് എന്ന് പറഞ്ഞാൽ കടല, ബീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറുണ്ടല്ലോ, അമരപ്പയർ എന്നൊക്കെ പറയും നമ്മൾ. ആൻഡ് ബാർലിയും ഒരു ധാന്യമാണ്. ഇനി നമുക്ക് ഈ ഒരു സോങ് നോക്കാം. ഇവിടെ കോറസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. കോറസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പാടുക, ഒരുപാട് പേര് ഒത്തൊരുമിച്ച് നിന്നിട്ട് പാടുക, അതാണ് ഇവിടെ കോറസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഫോക്ക് സോങ്സ്, അതായത് നാടൻ പാട്ട്, ഒരുപാട് പേര് ഒരുമിച്ച് നിന്നിട്ട് നല്ല താളത്തിൽ പാടുന്നതല്ലേ നമ്മൾ കേൾക്കാറ്. അപ്പോൾ എന്ത് ചെയ്യുക, കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് പാടുക. അങ്ങനെ പാടുന്ന സമയത്താണ് ഈ ഒരു പാട്ടിന് ആ ഒരു താളവും ഭംഗിയും ഭാവവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓട്സ്, പീസ്, ബീൻസ് ആൻഡ് ബാർലി ഗ്രോ. ഓട്സും അതേപോലെ എന്താണ്, പീസ് കടലയും, ബീൻസ് പയറും, ആൻഡ് ബാർലിയും ഗ്രോ, അതൊക്കെ എന്ത് ചെയ്യാണ്, വളരുന്നുണ്ട് അല്ലേ. അതൊക്കെ എന്താണ്, നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളതിനെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് വളർച്ചയുണ്ടാവും, അത് വളർന്ന് വലുതാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ വളരുന്നു എന്നാണ് പറയുന്നത്. ഓട്സ്, പീസ്, ബീൻസ് ആൻഡ് ബാർലി ഗ്രോ, ആ ഫസ്റ്റ് ലൈൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ പാട്ടിങ്ങനെ പാടുന്ന സമയത്ത് അതിനൊരു താളവും ഒരു ഭംഗിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡു യു, ഐ ഓർ എനിവൺ നോ ഹൗ ഓട്സ്, പീസ്, ബീൻസ് ആൻഡ് ബാർലി ഗ്രോ. എന്താണ്, നിനക്കോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും, ആർക്കെങ്കിലും അറിയോ ഈ ഓട്സും പീസും ബീൻസും ബാർലിയും ഒക്കെ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, ഒക്കെ എങ്ങനെയാണ് വളരുന്നത് എന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ, അപ്പോൾ അതൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഓട്സും ബീൻസും പീസും ബാർലിയും ഒക്കെ എങ്ങനെയാണ് വളരുന്നത് എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം, താഴോട്ടുള്ള ലൈൻസിൽ അതാണ് പറയുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ വളരുന്നത് എന്ന്. ഫസ്റ്റ് ദ ഫാർമർ സോസ് ഹിസ് സീഡ്. ആദ്യം എന്താ ചെയ്യുക, ഫാർമർ അല്ലേ. ഫാർമർ എന്ന് പറഞ്ഞാൽ എന്താണ്, കർഷകൻ എന്ത് ചെയ്യും, സോസ് ഹിസ് സീഡ്. സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിതയ്ക്കുക, വിത്ത് വിതയ്ക്കുന്നതിനാണ് നമ്മൾ സോ എന്ന് പറയാം. എന്താണ്, ആദ്യം കർഷകൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിത്ത് വിതയ്ക്കും. Then he stands and takes his ease. അദ്ദേഹം അതിനുശേഷം വിത്ത് വിതച്ച ശേഷം എന്ത് ചെയ്യും, എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും. ആൻഡ് ടേക്ക് ഹിസ് ഈസ്, എന്നിട്ട് കുറച്ച് സമയം എന്ത് ചെയ്യും, വിശ്രമിക്കും. ഹി സ്റ്റാംപ്സ് ഹിസ് ഫീറ്റ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റാംപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിങ്ങനെ നമ്മൾ അമർത്തി ചവിട്ടില്ലേ, നമ്മളെ കാലിൽ എന്തെങ്കിലും പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി അമർത്തി ചവിട്ടില്ലേ. അപ്പോൾ അദ്ദേഹം ഈ വിത്ത് വിതയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കാലിങ്ങനെ അമർത്തി ചവിട്ടാണ്. ആൻഡ് ക്ലാപ്സ് ഹിസ് ഹാൻഡ്സ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ കൊട്ടാണ്. എന്തിനാണ്, കയ്യിലുള്ള മണ്ണും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ കൊട്ടിക്കളയില്ലേ, അങ്ങനെ കൊട്ടിക്കളയും. ആൻഡ് ടേൺസ് അറൗണ്ട് ടു വ്യൂ ഹിസ് ലാൻഡ്. അങ്ങനെ ഈ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം എന്താണ്, ആ ഒരു പാടത്ത് നിന്ന് അല്ലെങ്കിൽ എന്താണ് ആ ഒരു കൃഷിസ്ഥലത്ത് നിന്ന് കയറുന്ന സമയത്ത് എന്ത് ചെയ്യും, അദ്ദേഹം ടേൺസ് അറൗണ്ട്, ചുറ്റിലും ഇങ്ങനെ നോക്കും. ടു വ്യൂ ഹിസ് ലാൻഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാൻഡ്, ആ ഒരു സ്ഥലം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹം വിത്ത് വിതച്ച ആ ഒരു സ്ഥലം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ചുറ്റിലും ഇങ്ങനെ നോക്കും എന്ന് പറയാണ്. വാക്കിംഗ് വിത്ത് എ പാർട്ട്ണർ. അപ്പോൾ ഈ ഒരു ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുടെ കൂടെ നടന്നു പോകും. മേക്ക് എ റിംഗ് ഓ വൈൽ വി ഹാപ്പിലി ഡാൻസ് ആൻഡ് സിങ്. അപ്പോൾ എന്താ പറയുന്നത്, മേക്ക് എ റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വളയം സൃഷ്ടിക്കുക, ഒരു വളയം ഉണ്ടാക്കുക. എപ്പോഴാണ്, വൈൽ വി ഹാപ്പിലി ഡാൻസ് ആൻഡ് സിങ്, നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഡാൻസ് ചെയ്യുകയും നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യുന്ന സമയത്ത് ഒരു വളയം സൃഷ്ടിക്കൂ എന്നാണ് പറയുന്നത്. ദെൻ ദ ഫാർമർ വാട്ടേഴ്സ് ദ ഗ്രൗണ്ട്. അതിനുശേഷം ഫാർമർ എന്ത് ചെയ്യും, ആ ഒരു ഗ്രൗണ്ട് നനയ്ക്കും. വെള്ളം കിട്ടാതെ നമ്മളുടെ വിത്തുകൾ മുളയ്ക്കുമോ, ഇല്ല. അപ്പം എന്ത് ചെയ്യും, ആ ഗ്രൗണ്ട്, ആ ഒരു ലാൻഡ് ഉണ്ടല്ലോ, അദ്ദേഹം വിത്ത് വിതച്ച ആ ഒരു സ്ഥലം ഒന്ന് വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കും. വാച്ചസ് ദ സൺഷൈൻ
സൺഷൈൻ ഓൾ അറൗണ്ട്. എന്താണ് സൺഷൈൻ അല്ലേ? അതായത് സൂര്യപ്രകാശം, സൂര്യരശ്മികൾ ഉണ്ടോ എന്ന് നോക്കും. അതായത് എന്താണ്, നമ്മളുടെ ഈ ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ നമുക്ക് വെള്ളം മാത്രം മതിയോ, വളം മാത്രം മതിയോ? പോരാ, എന്ത് വേണം? സൂര്യപ്രകാശം വേണം. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്ന് ചുറ്റിലും ഇങ്ങനെ നോക്കും. ഓൾ അറൗണ്ട് ചുറ്റിലും നോക്കും. ആര്? കർഷകൻ. ഹി സ്റ്റാമ്പ്സ് ഹിസ് ഫീറ്റ് ആൻഡ് ക്ലാപ്സ് ഹിസ് ഹാൻഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യും? അവിടുത്തെ ജോലി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞ്, കൈയൊക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞ് ആ ഒരു മണ്ണും ചെളിയൊക്കെ ഒന്ന് മാറ്റും. ആൻഡ് ടേൺസ് അറൗണ്ട് ടു വ്യൂ ഹിസ് ലാൻഡ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാൻഡ്, അദ്ദേഹം വിത്ത് വിതച്ച ആ ഒരു ലാൻഡ് മൊത്തം ഒന്നിങ്ങനെ കണ്ണോടിക്കും, ഒന്ന് നോക്കും എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു സോങ് ഉള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.